പറയാം. പക്ഷേ സദഖയുടെ ബാബിൽ മാത്രം ഇത്ര സൂക്ഷിക്കുക. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീദിൽ പറയുകയുണ്ടായി, തലാദത്തുൻ, മൂന്ന് കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തലാദത്തുൻ ലാ യുകല്ലിഹും യൗമൽ ഖിയാമ, മൂന്ന് കൂട്ടരെ അള്ളാഹു നോക്കില്ല. വലാ യൻദുറു ഇലൈഹിം തലാദത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്ത് നാളിൽ മൂന്ന് കൂട്ടരോട് അള്ളാഹു സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരെ നോക്കില്ല. വലാ യുസക്കീഹിം, അവരുടെ പാവങ്ങളെ പുറത്തു കൊടുക്കില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. അതിലൊന്ന് അൽ മന്നാനു ബിമാ അതാ, അൽ മന്നാനു ബിമാ അതാ, കൊടുത്തതിനെ പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചവനുണ്ടല്ലോ. സലാസത്തുൻ, മൂന്ന് കൂട്ടര് ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് തിരിഞ്ഞു നോക്കില്ല. വലാ യുസക്കീഹിം, അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അതിലൊന്നാര് അൽ മന്നാനു ബിമാ അഅ്താ, മോമിൻ്റെ അസ്സത്ത്, അവൻ്റെ, അതായത് മനിത്തഖ ശുബ്ഹാത്തി ഇസ്തബ്റാ ലിദീനിഹി വഇർദിഹി, മോമിൻ തൻ്റെ ഈമാനെ പോലെ കൊണ്ടു നടക്കുന്ന വസ്തുവാണ് അവൻ്റെ അന്തസ്ത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ അന്തസ്തുകളിൽ കൈകാര്യം ചെയ്യുന്ന വാക്കുകൾ സൂക്ഷിക്കുക. അവിടെ എന്താണ്? അവൻ അന്തസ്തിനെ അവൻ കൈകാര്യം ചെയ്തവനാണ്. അവനിക്ക് കൊടുത്തവനെ 4 പേരോട് പറഞ്ഞ് ഫളീഹത്താക്കിയവനാണ്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഫളീഹത്താക്കിയവനാണ്. അവനിക്ക് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഇങ്ങനെയുള്ള അദാബാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ സദഖ, വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കൂട്ടർ ലായന്നൂർ, ഇതുപോലെ തന്നെ 3 കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അള്ളാഹ് തിരിഞ്ഞു നോക്കില്ല, പുറത്തു കൊടുക്കില്ല. അതിലൊന്ന് ആഖിലി വാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ. പിന്നെയോ അൽ മർഅത്തുൽ മുതറജ്ജിലതു മുതശബ്ബിഹതു ബിർറിജാൽ, ആ ഹദീസിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 കൂട്ടർ. ആരാണ് അതിലൊരു കൂട്ടർ? മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ. ഖിയാമത്ത് നാളിൽ അള്ളാഹു നോക്കില്ല. വൽ മർഅത്തുൽ മുതറജ്ജിലതു മുതശബ്ബിഹതു ബിർറിജാൽ, പുരുഷനെ പോലെ ജീവിക്കുന്ന പെണ്ണ്, ഹയാ ഇല്ലാതെ, പെണ്ണെന്ത് പറയണം ആണെന്ത് പറയണമെന്ന് നിയമം ഇസ്ലാമിലുണ്ട്. പെണ്ണിന് ഹയാ എന്നുള്ളതിനെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഫുദ്ദിലത്തുൻ നിസാ അലർ റിജാൽ ബിത്ത്സാഅത്തിൻ വതസ്ഈന ദറജ, പുരുഷന്മാർ പറയുന്ന വാക്കുകൾ സ്ത്രീകൾ പറയാൻ പാടില്ല. അൽ മർഅത്തുൽ മുതറജ്ജിലത്തുൽ മുതശബ്ബിഹതു ബിർറിജാൽ, പുരുഷനെ പോലെ ജീവിക്കുന്ന ഒരു പെണ്ണ്. പണ്ഡിതന്മാർ, അതായത് ഇസ്ലാമിൻ്റെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തസവ്വജ് മിൻ ബൈത്തല്ലദീ തഹ്കുമുഹുൻ നിസാ, പെണ്ണ് ഭരിക്കുന്ന വീട്ടിൽ നീ വിവാഹം കഴിക്കരുത്. പെണ്ണ് ഭർത്താവിനെ ഭരിക്കുന്ന വീട്ടിൽ നീ വിവാഹം കഴിക്കരുത്. ലാ തസവ്വജ് മിൻ ബൈത്തല്ലദീ തഹ്കുമുഹു നിസാ, പെണ്ണ് ഭരിക്കുന്ന, ഭർത്താവിനെ അടച്ചു ഭരിച്ചിരുന്ന വീട്ടിൽ നിന്നും നീ വിവാഹം കഴിക്കരുത്. അൽ ബിന്തു സിർറു ഉമ്മിഹ, പെണ്ണ് അവളുടെ ഉമ്മാടെ രഹസ്യമായിരിക്കുമെന്ന് വിവാഹത്തിൻ്റെ വാണ്ടിൽ പുതിയ പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെൺമക്കളെ പ്രസവിച്ച ഉമ്മമാർ പെണ്ണിനെ എടുക്കുമ്പോൾ ഉമ്മയെ നോക്കും, ആൺകുട്ടികളെ എടുക്കുമ്പോൾ ഉപ്പയെ നോക്കും. ഇവർ രണ്ടുപേരും ഖുർആന്റെ ഭാഷയിൽ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഉമ്മ പെണ്ണിന് മാതൃകയായിട്ട് ജീവിക്കണം. ഇസ്ലാമിൻ്റെ ഭാഷയിൽ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ തന്നെ ജീവിക്കണം. ഉപ്പ മക്കൾ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മോൻ വളർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ മാതൃക. അതാണ് അല്ലാഹു തആല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സദഖകൾ ചെയ്യുമ്പോൾ കൈ നീട്ടിപ്പോയാൽ, മലന്ന കൈ, കമന്ന കൈ, യദുൽ ഉലിയാ ഖൈറും മിൻ യദുസ് സുഫ്ലാ, താഴെയുള്ള കൈയും ഖൈറ് തന്നെയാണ്, ആരും കരുത്. പക്ഷെ കമന്ന കൈയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ താണ കൈ ഫضല് കുറഞ്ഞതാണ്. വലിയ നബിമാരുമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ വേറൊരു നബി ഫضല് കുറഞ്ഞതുപോലെ, വെള്ളിയാഴ്ചയെ വേറൊരു ദിവസവുമായിട്ട് പരിചയപ്പെടുമ്പോൾ
ഫളിൽ കൂടുതലും കുറവ് പോലെ യദുൽ ഉല്യ ഖൈറും മിൻ യദുസ് സുഫ്ല. നിനക്ക് ഫളിലുള്ള കൈയല്ല അല്ല തന്നത്, ആ കൈ തന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സബൂറുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരിക്കലും ചെയ്തതിനെ പറഞ്ഞ് ഉപദ്രവിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാവരുത്. രണ്ടാമത്തേത്, നമ്മളിലേക്ക് വരുന്നവനെ കൊടുത്തില്ലെങ്കിലും ഖൗലും മഅറൂഫുൻ വഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദാ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാദത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ ആഖു ലിവാലിദൈഹി. ആക്കുന്ന മാതാപിതാക്കളെ ചെരുപ്പെടുത്തടിച്ചോരെന്ന് കണക്കാക്കരുത്. ആക്കിൻ്റെ ഭാഷയിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ഉപ്പയെ ഒന്ന് തുറിച്ചു നോക്കിയാൽ അത് ആക്കായി പോകുന്നതാണ്. ആക്കിന് ഭാഷാർത്ഥം കണ്ട്, അതായത് മാതാപിതാക്കളെ ഉപദ്രവിച്ചെന്നോ ളുൽമു ചെയ്തെന്നോ അന്യായം ചെയ്തെന്നോ അവരുടെ അതായത് പണ്ഡിതന്മാർ സന്ദർഭോചിതമായിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലുള്ളവർ പറഞ്ഞു, മാതാപിതാക്കളുടെ കൂടെ ആഹാരം കഴിക്കാൻ പ്രയാസപ്പെടാറുണ്ട്. ഒരു പക്ഷേ അവർ തിന്നാൻ ഉദ്ദേശിച്ച കഷണം നമ്മളെ വയറ്റിൽ പോവും എന്ന് ഭയപ്പെട്ടിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, റമദാൻ്റെ ഈ ദിവസങ്ങളിൽ ഇൽമിൻ്റെ ദിവസങ്ങളായതുകൊണ്ട് കുറച്ച് സബറായിട്ട് നിങ്ങളിൽ അല്ലാഹു തആല